എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാനും സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തൊട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ചുറ്റും ഒരു ഉദയകൾ പോലെ ഇരിക്കും. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളെയും മക്കൾ ദേവദേവൻ സിയോനിൽ നിന്നു നിന്നെ വാഴ്ത്തട്ടെ. അവിടുന്ന് ഒരു തലമുറയ്ക്ക് മാത്രമല്ല ഞങ്ങൾ ഭൂമിയെ മുകളിൽ ഉണ്ടാക്കുന്ന മുമ്പ് അനാദിയായും ശാശ്വതമായ ഈ ഭവനത്തിനായ വിവാഹത്തിന് ക്രൂശിപ്പാൻ പോകുന്ന മകന് കല്യാണത്തിൽ വന്ന് പോരായ്മകളെ നികച്ച കർത്താവേ, പോരായ്മകളെല്ലാം നികത്തുവാൻ കഴിയുന്ന അംഗങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അബ്രഹാമിന്റെ ഭവനം പോലെയും ഇസാക്കിന്റെ ഭവനം പോലെയും ഒരു പുതിയ ഭവനം പണിവാൻ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവരോട് സാധിക്കുന്നു. പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ ജാഗരിക്കുന്നു. പുതിയ ഗൃഹത്തിന്റെ പണിയിൽ അവിടെ പ്രധാന ശില്പിയായിരിക്കണം. അനുഗ്രഹിക്കും, അനുഗ്രഹമായി അനുഗ്രഹിക്കുകയും അനുഗ്രഹമാകെ ചെയ്യണം. ഞങ്ങൾ പോകുന്ന യാത്രയിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ വഴികളിൽ സൂക്ഷിക്കുകയും ശുശ്രൂഷമംഗളമാക്കി തീർക്കുകയും ചെയ്തവരെ ഈ കൃഷ്ണനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ.
they are.
പ്രായമുള്ള നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ആ സമയം ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യാം. മണവാളന്റെയും മണവാട്ടിയുടെയും മാതാപിതാക്കൾ ദയവായി ഇവിടെ സീറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. മുൻപോട്ട് വന്ന് ഇവിടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുകയും ഒരു കാലത്തിന്റെ അനുഗ്രഹിക്കപ്പെടുകയും സമയത്തിനായി ഞങ്ങൾ നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എൻ മനവിനെ കോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരങ്ങളുടെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനവിനെ കോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ളവർക്ക് വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അവർ ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും നല്ല ദാനങ്ങളെയും നന്മകളെയും ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവർ തലമുറകളെ തന്നതോർത്ത് മക്കളെ തന്നതോർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. മക്കളുടെ വിവാഹസംബന്ധമായ കാര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് ഒരാലോചന കണ്ടുവരുവാനും ആലോചനയുടെ പൂർത്തീകരണത്തിനായി അതേ ഈ ഘട്ടത്തിനായി സ്തോത്രം. അപകടങ്ങളും അനർത്ഥങ്ങളും പ്രയാസങ്ങളും കൂടാതെ അവരുടെ യാത്രകളോട് സൂക്ഷിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കൊല്ലാനും പ്രിയപ്പെട്ടവർക്ക് തക്ക സമയത്ത് കണ്ടുവരുവാൻ അവരുടെ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. അതേ ശുശ്രൂഷിപ്പാനുള്ള നമ്മുടെ സ്വസ്ഥന്മാരായ ദാസന്മാരെയും ഞങ്ങളുടെ മക്കളിലേക്ക് അയക്കുന്നതിനായി സ്തോത്രം. രണ്ടോ മൂന്നോ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാനവരുടെ മധ്യയുള്ള വാഴ്ത്തപ്പെട്ട പ്രകാരം വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയിലുള്ള ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. മാനുഷികമായ നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് കർത്താവിൽ. എന്നാൽ ഈ ശുശ്രൂഷ അനുഗ്രഹമായി ചെയ്യുക, അവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി ചെയ്യുക എന്നുള്ളത് അവിടുത്തെ കരുണയൊന്ന് മാത്രമാണ് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ സഭയായി കരുണയ്ക്കും കൃപയ്ക്കുമായി അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഉത്തമമാവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കർത്താവ് കൊടുക്കണമേ. ഞങ്ങളുടെ പ്രിയ സഹോദരി ഉത്തമമാവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളോട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാനുള്ള ദാസന്മാരെ പ്രത്യേകമായി ശക്തിയും ബലപ്പെടുത്തുകയും എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തുള്ളിയായി ഏവൻ പൂങ്കാവനത്തിലേക്ക് കടന്നു വന്ന് ആദ്യ ദമ്പതികളെ യോജിപ്പിച്ച അവിടുത്തെ അദൃശ്യമായ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ സ്തോത്രം. അവിടുത്തെ കാണാത്ത കാര്യങ്ങളോട് വിധത്തികളെ യോജിപ്പിക്കുകയും ഈ ശുശ്രൂഷയുടെ എല്ലാ രംഗങ്ങളിലും ഞങ്ങൾ ധാരാളം അനുഗ്രഹവും ദൈവങ്ങളെ ലഭിക്കാൻ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഈ ശുശ്രൂഷയെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ധൈര്യമുള്ള നാമത്തിൽ തന്നെ എല്ലാവരും നിൽപ്പിൽ തന്നെ നിൽക്കാം. ആ സമയം പോയാൽ Wonder
45-ാം സങ്കീർത്തനം വായിക്കും. എന്റെ ഹൃദയം സുബോധനത്താൽ കവിയുന്നു, എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖനാകുന്നു. നീ മനുഷ്യർക്കുന്നവൻ ലാവണ്യം നിലനിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ അനുഗ്രഹിച്ചിരിക്കുന്നു. വേദനാളുള്ളവരുടെ വാളെ കേട്ടുക. നിന്റെ ദേശത്തും നിന്റെ മഹിമയിൽ തന്നെ സത്യവും സൗമ്യവും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോട് പ്രാർത്ഥനായ വാഹനത്തിൽ എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളിൽ ഉപദേശത്തിന് മാറാകട്ടെ. നിന്റെ അർത്ഥങ്ങൾ മൂർച്ചയുള്ളവരാകുന്നു. രാജകൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കൾ നിന്റെ തറവയ്ക്കുന്നു. ദൈവത്തിന്റെ സിംഹാസനം എന്നും നിലയിലേക്കുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിൽ പോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരപരമായി ജ്ഞാനം ദൈവങ്ങളുടെ അഭിഷേകം ചെയ്തിരിക്കുന്നു. വസ്ത്രമെല്ലാം കൊണ്ടുന്നു ചന്ദനവും ജനവും കൊണ്ട് സ്വന്തമായിരിക്കുന്നതിനെ പ്രഭാതം തേടും. അന്തപുരത്തിലെ രാജകുമാരി സ്വഭാവപൂർണയാകുന്നു. അവളുടെ വസ്ത്രം മുൻകത്തുകൊണ്ടുള്ളത്. അവളെ ചിത്രത്തിലെ വസ്ത്രം ധരിപ്പിച്ച് രാജ്യത്തിന് കൊണ്ടുവരും. തൊഴിൽമാരായി കൂടാക്കുന്ന കഴിഞ്ഞമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും വിലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവരാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർ പകരയിരിക്കും. സർവ്വവും അവരെ പുത്രന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളും മാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നതിന്റെ സ്തോത്രം ചെയ്യും. എല്ലാവർക്കും ഇരിക്കാം. രാവിലെ 7 മണിക്ക് തന്നെ പത്തനാപുരത്ത് നിന്ന് ഞങ്ങൾ നാട്ടിൽ പുറപ്പെട്ടു. ഞങ്ങളുടെ നിയന്ത്രണത്തിൽപ്പെടാത്തതായ കാരണങ്ങളാൽ വഴിയിലുണ്ടായ തടസ്സ നിമിത്തം പ്രകൃതിയിലുണ്ടായ നിമിത്തം തക്കസമയത്ത് എത്തിച്ചേരുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായി.
എന്നാൽ എല്ലാവരും ഞങ്ങളെ സഹായിക്കുന്ന സ്വന്തവും സമാധാനത്തോടെ ഈ ആലയത്തെ ഒന്നിച്ചാക്കുകയും ഇടയാക്കുകയും ഈ പ്രിയപ്പെട്ടവരുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ ഒരുങ്ങി വന്നിരിക്കുന്നതായി കാണുന്നു. ദൈവത്താഴെ ജീവിക്കുന്നവരായി ദൈവത്തിൽ നിന്ന് ഭാഗത്തിലായി കടന്നു പോകാൻ ശ്രമിക്കുന്നവർക്ക് സാധിക്കും. ചുരുങ്ങിയ സമയം മാത്രമേ ഇത് നോക്കാതെ പ്രാരംഭമായി ഞാൻ താല്പര്യപ്പെടുന്നു. കാരണം വളരെ വലിയായി ആരംഭിച്ചുള്ളതുകൊണ്ട് ചട്ടത്തലത്തിൽ ഞങ്ങൾക്ക് കടന്നു പോകുന്നതുകൊണ്ട് സമയത്തെ ചുരുക്കി കാലഘട്ടത്തിൽ വിശുദ്ധ പുസ്തകം ആരംഭിക്കുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ്. അവസാനിപ്പിക്കുന്നത് അല്പമാവാനായ ക്രിസ്തുവിന്റെ മരണത്തെ വിവാഹത്തെ ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചാണ് വായിക്കുന്നത്. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിലൂടെ നിർദ്ദേശിക്കപ്പെട്ട ഒരുമിച്ചിരിക്കുന്ന മണവാട്ടി കർത്താവ് മണവാട്ടി അംഗീകരിക്കുന്ന ആ ശുഭമുഹൂർത്തത്തെ ഓർത്താണ് ദൈവങ്ങൾ പ്രത്യാശം ജീവിക്കുന്നത്. അത് നെടുലായിട്ടാണ് ഇവിടെ വെച്ച് വിവാഹം ചെയ്യുന്നത്. സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ ഗ്രഹിക്കും. ആരും തന്റെ ശക്തി ഒരു നാളും പഠിപ്പിച്ചില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ തന്നെ കൂട്ടി പ്രവർത്തികളെ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളോ അത് നിമിത്തം ഒരു മനുഷ്യന് അച്ഛനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പഠിച്ച് ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വഴിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചതായി പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താഴ്ത്താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാണ്. എഫേസ്യ ലേഖന കർത്താവ് യഥാർത്ഥ ക്രിസ്തീയ കുടുംബജീവിതത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1-7 പുരോഹിത ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ തീത്തോസ് ലേഖനം 2-ാം അധ്യായം 2-3-6 മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ അങ്ങനെ വിവിധ സ്ഥാനങ്ങളിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തിന് അനുഷ്ഠിക്കേണ്ട അവരുടെ കർമ്മങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. മൂലഭാഷയിൽ തൂൺ എന്ന പദത്തിൽ നിന്നാണ് തുണ എന്ന പ്രയോഗം ഉണ്ടായതെന്നാണ് അഭിപ്രായപ്പെടുന്നത്. കാരണം ഇവിടെ ഈ ഹാള് സംബന്ധിച്ചിരിക്കുന്നതിന് ബലവത്തായ ചില തൂണുകളിലൂടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ പുറത്ത് ബലമായ ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പണി ആരംഭിക്കുന്ന സമയത്ത് ഇതിന്റെ ഫൗണ്ടേഷൻ ഇട്ട് ശരിയാക്കിയപ്പോൾ ഈ കെട്ടിടത്തിന് വേണ്ടി വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായി. ഈ പ്ലാനിൽ ഇതിന് മുകളിൽ പലത്തിൽ എന്തുമാത്രം വെയിറ്റ് താങ്ങണമോ അതിനനുസരിച്ചുള്ള പില്ലറുമാണ് ഇവിടെ ഉണ്ടായത്. അതല്ലാതെ അടിവശമൊക്കെ കെട്ടി വന്ന് മുകളിൽ ഇഷ്ടം പോലെ ചെയ്ത് ഒരു തൂണ് നടിയാൽ ഒരിക്കലും ആ തൂണ് ഈ കെട്ടിടത്തെ താങ്കൾ മര്യാദ. ഇവിടെ ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ അവർക്ക് പാലിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ച് എഫേസ്യ ലേഖന കർത്താവ് 20 മുതൽ 33 വാക്യങ്ങളിൽ വ്യത്യസ്തമായ ചിത്രങ്ങൾ നമുക്ക് നൽകുന്നു. ഒന്ന്, ഭർത്താവിന്റെ കർമ്മങ്ങളെ പറ്റി പ്രാരംഭത്തിൽ ഓർപ്പിക്കട്ടെ. ഭാര്യയെ സ്നേഹിക്കുക. 2, തോറ്റി പുലർത്തുക. 3, അവളെ ബഹുമാനിക്കുക. സ്നേഹിക്കുക എന്നുള്ള ആ പ്രയോഗം ദൈവദത്തമായി പല ഇങ്ങനെയുള്ള നിലകളിൽ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായി വന്നുപോകും എന്ന് പറയുന്നവരും അത് ദൈവത്തിലെ അവരുടെ തെറ്റാനപൂർവ്വം കാണുന്നതാണ് ഞാൻ സാധാരണ രീതിയിൽ ഈ ലേഖനമാർഗം നിങ്ങൾ വായിച്ചാൽ ഭാര്യമാരെ സംബോധന ചെയ്തുകൊണ്ടാണ് ഈ ലേഖനകർത്താക്കൾ ലേഖനം എഴുതിയിട്ടുള്ള ഭാഗം തെറ്റാൻ വെച്ചിരിക്കുന്നത്. അനേക സംഗതി ഉണർത്തുന്നുണ്ട്. പുലർത്തിരിക്കാനും മറ്റേ യോഗങ്ങൾ സംബന്ധിച്ച് എല്ലാവരും നാട്യകൂട്ടായ്മ സംബന്ധിച്ച് അന്വേഷിച്ചൊക്കെ അഭിപ്രായം ഉയർത്തി നമുക്കിടെ ആവശ്യങ്ങളുടെ ഉത്തമമായ ഗുണങ്ങളും നിന്നതും ദൈവം താഴത്തെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവം ജീവിതം ചെയ്യുമെന്ന് സഹായിക്കുന്നതാണ്. എന്റെ താമസത്തിൽ 2-3 പേര് എവിടെ കൂടിയാലും ഞാനവിടെ നടുവിലുണ്ട്. പാട്ടിലുള്ള കർത്താവ് നമ്മൾ വിവാഹ ശിശുക്കളിൽ മറ്റേ പല സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ ഭൗതികമായ യാതൊരു മാധ്യമങ്ങളും ഞങ്ങളുടെ ശിശുക്കളില്ല. പിന്നോ പൊന്നോ മന്ത്രകോടിയോ
ജീവിതത്തിലൂടെ കാണുക. പിന്നെ ദൈവനാമത്തിൽ അവർ ഉടമ്പടി ചെയ്യുക. ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്നത് ഔദ്യോഗികമായ യാതൊരു വസ്തുക്കളുമല്ല. വസ്തു കൊണ്ട് വസ്തുവിനെ യോജിപ്പിക്കാം, വസ്തു കൊണ്ട് ആത്മാവ് യോജിപ്പിക്കാം. ഇവരെ യോജിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു അറിയുമ്പോൾ മത്തായി വിശുദ്ധം 19-ാം അധ്യായത്തിന്റെ 2 വാക്യങ്ങൾ പിന്തുടർന്ന ആരെങ്കിലും വായിക്കാൻ യോജിപ്പിക്കുന്നത് ആരാണ്, എങ്ങനെയാണ് വായിക്കാം? പരീക്ഷന്മാർ അവന്റെ അടുക്കൽ വന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്നവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആദിയിൽ അവരെ ആണും പെണ്ണുങ്ങളുമല്ല, വൺ മാൻ ആൻഡ് വൺ വുമൺ, ഒരു പുരുഷനെയും ഒരു സ്ത്രീയും. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് വർത്തിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്ന് ഉത്തരം പറഞ്ഞു. ദൈവമാണ് അല്ലാതെ ഭൗതികമായ യാതൊരു മാധ്യമങ്ങളും ഈ യോജിപ്പിലൂടെ കാണുകയില്ല. മലാക്കി പ്രവചനം പ്രവാചകനായ മലാക്കി പറയുന്നതിലൂടെ സൂക്ഷിക്കാം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തായി വായിക്കാം. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ടോന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്ത കാണിച്ചിരിക്കുന്നതിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്ക് മധ്യേ സാക്ഷിയായിരുന്നോണ്ട് അവിശ്വസ്ത കാണിച്ചപ്പോൾ പ്രവാചകൻ പറയുന്നു, യഹോവ നിനക്കും അവൾ നിന്റെ കൂട്ടാളിയും ധർമ്മ ഭക്തിയുമല്ലോ. അവരുടെ ധർമ്മ ഭക്തിയെ പറ്റിയിട്ടുള്ളത് ഉടമ്പടിയുടെ ഭാര്യ. യോജിപ്പില് ഒന്നാമത് ദൈവം യോജിപ്പിക്കുന്നു, രണ്ടാമത്തെ കന്യക ഉടമ്പടിയായി യോജിപ്പിക്കുന്നു. ദൈവമാണ്. കുഞ്ഞുങ്ങളെ ഞങ്ങൾ 1 മണിക്കൂർ നേരത്തെ സാക്ഷ്യമുള്ളൂ. എന്നാൽ നിങ്ങളെ യോജിപ്പിക്കുന്നതായി ദൈവം മരണപര്യന്തം ഞങ്ങൾ രണ്ടുപേരുടെ മധ്യേ സാക്ഷിയായിരിക്കുന്നതാണ്. റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ഭാര്യ നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തത് ബൈ ലോ, ദൈവത്തിന്റെ നിയമം, സഭയുടെ നിയമം, വേദവസ്തുവിന്റെ നിയമം, സ്റ്റേറ്റിന്റെ നിയമം, നിയമത്താൽ നിങ്ങൾ യോജിക്കപ്പെടുന്നു. 3 കാര്യങ്ങൾ ദൈവം യോജിപ്പിക്കുന്നു, വേദവത്താൽ യോജിക്കുന്നു, നിയമത്താൽ യോജിക്കുന്നു. ഇതിൽ നിന്ന് മരണം കൊണ്ട് ഒരു വേർപാട് ഉണ്ടാകുന്നവരെ ഇത് മാറുവാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല. നാം കേട്ടപ്രകാരം ഭർത്താവ് ചെയ്യേണ്ടത് ഭാര്യയെ സ്നേഹിക്കുക. അവിടെ സ്നേഹം എന്നുള്ളത് കൊടുത്തിട്ടായ പദം അകത്തെ എന്ന പദമാണ്. സ്നേഹം നിന്ന് മലയാളത്തിലേക്ക് തന്നിരിക്കുന്ന പദങ്ങൾക്ക് 3 രേഖകളാണ്. ഒന്ന് ഇറോ, മറ്റൊരു തിരു, മറ്റൊരു അകത്തെ. ഇറോസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ജന്തുക്കളിൽ മൃഗങ്ങളിൽ രേഖയോടെ കാണിക്കുന്ന ഒരു സ്നേഹം, അത് ഇറോസാണ്. അത് 1 മിനിറ്റിനകത്തേക്ക്, അത് 2 മിനിറ്റിനകത്തേക്ക് ഉള്ളതാണ് ഇറോസ്. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുന്ന കാരണം അവര് ബലഹീനമാക്കുന്നതാണ്. ഈ സ്ത്രീകളെ ബലഹീനമാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അത് ശൂന്യാകാശത്ത് പോയിട്ട് വന്നവരല്ലേ ഈ ബലഹീനമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. സമ്മതിക്കാത്തത് അവിടെ ബലഹീനരുണ്ട്. എന്നാൽ ഭർത്താക്കന്മാരെ ഓർത്തോളം എന്റെ ജീവിതത്തിൽ പങ്കാളിക്ക് ബലഹീനമാണ്. അത് ഉമ്മന് പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. വീട്ടിൽ ചെമ്പുപാത്രമുണ്ട്, അലൂമിനിയം പാത്രമുണ്ട്, സ്റ്റീൽ പാത്രമുണ്ട്. ഇത് ഒറ്റ കഴിവിട്ട് എടുത്ത് ഒരു കുഴപ്പമില്ല. മൺപാത്രം 5 വെക്കുന്ന മൺപാത്രമുണ്ട്. അത് വരുമ്പോൾ ഒറ്റയിലേക്ക് എടുക്കുന്നു, ബഹുമാനത്തേക്ക് 2 കൈ കൊണ്ടെടുക്കും. അത് വാശി കഴിഞ്ഞിരിക്കും. 5 വെക്കുന്നു. എല്ലാ പുരുഷന്മാരും അവരുടെ ഭാര്യമാർ ഏർപ്പെടുമ്പോൾ ഓർക്കണം, എന്റെ ജീവിതത്തിൽ പങ്കാളി ബലഹീനം. അതുകൊണ്ട് എല്ലാ ഭർത്താക്കന്മാരും അവരുടെ ഭാര്യമാരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം.
പോറ്റുകയും പുലർത്തുകയും ചെയ്യണം. ഇംഗ്ലീഷില് ഭർത്താക്കന്മാരുടെ ജോലിയാണ് അവരുടെ ഭാര്യമാരെ ചെറുതി ചെയ്യുക. അത് ഭാര്യയോട് ഇടപെടുമ്പോൾ ഒരമ്മ കുഞ്ഞിനെ പോറ്റുന്നത് പോലെ ആ ഭർത്താക്കന്മാര് അവരുടെ ഭാര്യമാരെ പോറ്റുകയും പുലർത്തുകയും ചെയ്യണം. ഇത് ഭർത്താക്കന്മാർ ചെയ്യുന്ന കടമയാണ്. ദൈവം നോക്കി അത് എത്രയും നല്ലതെന്ന് കണ്ടു. എത്രയും നല്ലതാണ്. പക്ഷെങ്കിൽ രണ്ടുപേരുടെ വായിക്കണം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ ഒക്കെ നന്നായിരുന്നു പറഞ്ഞ ദൈവം വീണ്ടും പറയുന്നു, ഈ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. യോഗിയോ കമ്മിറ്റിയോ ചിഹ്നോ സഭയോ കൃഷിയോ ആര് പറഞ്ഞാലും ദുഃഖത്തിലെ ഒരു നന്നല്ല, ഏകനായിരിക്കുന്ന നന്നല്ല. അതുകൊണ്ട് വയ്യ ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അവർക്ക് ചെയ്തു. ഭാര്യയ്ക്കുള്ള വേറൊരു പേരാണ് തക്കതായിട്ട്. ജീവിതത്തിൽ ഒരു തുണ വേണം. ആകാശത്തിലെ പക്ഷിക്കും കാറ്റിലെ വിളിച്ച് ഇണയുണ്ട്. എന്നാൽ ഭാര്യയെ സംബന്ധിച്ചോട് മനുഷ്യന് ഒരു തുണയായി. ഞാൻ ദേവദാസനായ ലൂഥറിന്റെ കാര്യം പറഞ്ഞു. യൂറോപ്പ് മുഴുവൻ തെളിക്കലായി, വത്തിക്കാനെതിരായി, ചക്രവർത്തിമാരും രാജാക്കന്മാരെതിരായി യൂറോപ്പ് മുഴുവൻ തെളിക്കലായപ്പോൾ ഒരു ദിവസം രാവിലെ ലൂഥർ കിടക്കുകയെഴുന്നേക്കുവാൻ മടി, തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്, എഴുന്നേൽക്കുന്നില്ല. ഇതൊരു ഭാര്യ മനസ്സിലാക്കി കൊണ്ട് കിടക്കുമെങ്കില് ലൂഥറിലേക്ക് ലൂഥർ നോക്കിയപ്പോൾ വന്ന ഭാര്യ മരണോത്തരവാൻ അറിയിക്കാൻ വന്നിരിക്കാം. തലവൊക്കി അവിടെ വളരെ ശാന്തമായ ഭാഗ്യം അറിഞ്ഞില്ലേ ലൂഥത്തെ ദൈവം ചത്തുപോയി. ലൂതെന്ന് ദൈവം മരിച്ചുപോയി. പെട്ടെന്ന് അരിപ്പെട്ടു. യൂറോപ്പ് ഉള്ളിലേക്കെതിരായാലും വത്തിക്കാനെതിരായാലും യൂറോപ്പിലെ രാജാക്കന്മാരെല്ലാവരും ദൈവം ജീവിക്കുന്നു. ആ പറഞ്ഞ ഒരു വാചകം മതിയായിരുന്നു തന്റെ ഭർത്താവിനെ ശക്തിപ്പെടുത്തുവാൻ. വായെടുത്ത് സ്ത്രീയാക്കി കല്യാണം നടത്തുന്നതുപോലെ കൊടുക്കത്തിയാകുന്ന ഏത് ക്രിസ്തുവിന് ഒരു മണവാട്ടിയുണ്ടാക്കുവാൻ 1900 മുമ്പ് ആ ഇരുമ്പാടിൽ വേണ്ടി കൈകാലിൽ വെച്ച് 6 മണിക്കൂർ നേരം മധ്യമാവുന്നതുകൊണ്ട് എനിക്ക് കായിക്കുന്നത് പറഞ്ഞത് കുടിക്കാൻ കൊടുക്കാതെ കളഞ്ഞായിട്ടോ ഒരു മലയാളി അവിടെ ചോദിക്കാൻ അവിടെ ചോദിക്കാൻ കഴിയപ്പെടുന്നതാണ് ആരാവിന്റെ ഭാര്യകൊണ്ട് ഉണ്ടാക്കിയതാണ്. ആരാവിന്റെ ഭാര്യ കൊടുക്കാതാകുന്ന യേശു അങ്ങനെ ചോദിക്കാൻ. ഈ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിൽ എല്ലാവരെയും ഞാൻ വേറെ കല്യാണം വിളിക്കാൻ പോവുകയാണ്. എത്രയോ നടക്കുവാൻ പോകുന്ന കുഞ്ഞാണ്. അതിനോട് മണവാട്ടിയായി ജനറായി ഒരേ മാർഗമുള്ളൂ. ആ ചാങ്കിലൂടെ ചോരയാൽ അറിയപ്പെടണം. അവനവിടെ സ്വന്തമായിട്ട് താമസിച്ചിരിക്കുന്നത് തന്നെത്താനവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കുടിക്കുന്ന ഹൃദയങ്ങളെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന് അവരെ രക്ഷാവാചരിച്ചാൽ കുഞ്ഞാട്ടിയായിട്ടില്ല. ഈ കല്യാണം ആ കല്യാണത്തിൽ നേടാണ് ഞാൻ ക്രിസ്തുവിനെയും അവരെ ഉദ്ദേശത്തെ പറയുന്നത്. അതുകൊണ്ട് ഭർത്താക്കന്മാരും ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലും ധരിക്കും. ആ സ്വന്തം ധരിച്ച് ഒരു 2 വരയും ചെയ്യണം. ഭാര്യയോട് പറയുമ്പോൾ ഭർത്താവ് സ്വന്തമാണ്. 2 പേരും പല കൊടുക്കണം. ഭാര്യയെ എന്റെ സ്വന്തമാണ്. ഭർത്താവ് കൊടുക്കണം, ഭാര്യ കൊടുക്കണം, ഭർത്താവ് എന്റെ സ്വന്തമാണ്. അങ്ങനെ ഒരു വീട്ടുമായി ഇടപെടുക ചെയ്ത് കർത്താവിനെ താമസിച്ചാൽ ഭാവി തലമുറകൾക്ക് നഗ്നമായി ചെയ്യുവാൻ ലോകത്തെയും ഇടയാക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഞാൻ അവസാനിക്കുന്നു. കർത്താവിലൂടെ അനുഭവിക്കുവാനായിട്ട് ഇനി ശിശുവിലേക്ക് പ്രവേശിപ്പാൻ പോവുകയാണ്. ഇനി മംഗള
ചാക്കോയുടെയും ജോഷാമയുടെയും മകൻ DC ജേക്കബ് എന്ന യുവാവ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ മുള്ളിട്ടേരി വീട്ടിൽ കോവിൽ നാഷിന്റെയും അണ്ണയുടെയും മകൾ റെന്നി നാഷിയോട് തന്നെ വിശുദ്ധ വിവാഹത്തിൽ ഒരുമിച്ച് ചേർക്കുന്നത് ഈ സഭകളും കുടുംബങ്ങളും ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ച് ദൈവസഭയിൽ വന്നിരിക്കുകയാണ്. ഈ വിശുദ്ധ വിവാഹം നടത്തി കൊടുക്കുന്നതിന് എതിരായി ഈ വിശുദ്ധ അരുളപ്പാടിന് എതിരാക്കുന്നതുണ്ടെങ്കിൽ സഭയുടെ ഘട്ടങ്ങൾക്കെതിരായതുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ നിയമത്തിനെതിരായിട്ടുണ്ടെങ്കിൽ ന്യായമായ വന്ന കാരണമുണ്ടെങ്കിൽ പറയാനുള്ള അവസാനത്തെ ചാൻസാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ മൗനമായി സമ്മതം തരികയും എന്നും എന്നും ഈ വിശുദ്ധ വിവാഹത്തിന് സാക്ഷിയായിരിക്കുകയും ചെയ്യേണ്ടതാണ്. ആരും എതിരില്ല എന്ന് നിങ്ങളുടെ മൗനം അനുവാദമായി ഞാൻ സ്വീകരിക്കുന്നു. സകലങ്ങളെയും പരിശോധിക്കുന്ന ദൈവത്തിന് മുമ്പാകെ ഞാൻ ജേക്കബിനോട് ചോദിക്കുന്നു, വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടുന്നത് തടസ്സമായി രഹസ്യമോ പരസ്യമായ ഏതെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിലുണ്ടോ? അതുകൊണ്ട് തന്നെ ഞാൻ മാച്ചിനോട് ചോദിക്കുന്നു, വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടുന്നത് തടസ്സമായി സകലങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിന് മുമ്പിൽ രഹസ്യമോ പരസ്യമായ ഏതെങ്കിലും കാര്യങ്ങൾ ദേവിയുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ദൈവത്തിന് എതിരില്ലാത്തതുകൊണ്ട് ഇനിയും വിവാഹം നടത്തി കൊടുക്കാൻ പോവുകയാണ്. എല്ലാ ദൈവങ്ങളും പ്രാർത്ഥനയോടുകൊണ്ടിരിക്കുകയും പുറകിൽ നിൽക്കുന്ന ശിശൂഢന്മാര് എഴുന്നേറ്റ് നിൽക്കാൻ കഴിവുള്ളവര് എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്യും. ഞാൻ ജേക്കബിനോട് ചോദിക്കുന്നു, ഇത് സമീപം നിൽക്കുന്ന റെനി എന്ന ഈ യുവതിയെ ഇത് ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണ്? ദൈവം നൽകുന്ന എല്ലാ പരിസ്ഥിതിയും സന്തോഷമോ സങ്കടമോ സമ്പത്തോ ദാരിദ്ര്യമോ രോഗമോ ആരോഗ്യമോ ഏത് പരിസ്ഥിതിയിൽ നിന്നാലും ആയുഷ്കാലം മുഴുവൻ അവളെ സ്നേഹിച്ച് പോറ്റി പുലർത്തി ബഹുമാനിച്ച് അവിടെ മാത്രം ചെന്നിരിപ്പാൻ ദൈവത്തിന് തീരുമാനിച്ചിരിക്കുന്നുവോ? അതുകൊണ്ട് തന്നെ റെഡിയോട് ഞാൻ ചോദിക്കുന്നു, ഇത് സമീപം നിൽക്കുന്ന ജേക്കബ് എന്ന ഈ യൗവനക്കാരനെ ഭർത്താവായി സ്വീകരിപ്പാൻ എനിക്ക് സമ്മതമാണോ? ദൈവം നൽകുന്ന എല്ലാ പരിസ്ഥിതിയും സന്തോഷമോ സങ്കടമോ സമ്പത്തോ ദാരിദ്ര്യമോ രോഗമോ ആരോഗ്യമോ ഏത് പരിസ്ഥിതി നിന്നാലും ആയുഷ്കാലം മുഴുവൻ അവരെ അനുസരിച്ച് കീഴ്പ്പെട്ട് ബഹുമാനിച്ച് വിസൂക്ഷിച്ച് അവിടെ മാത്രം ചേർന്നിരിപ്പാൻ നീ ദൈവത്തിന് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇരുവരുടെയും തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കാൻ നിങ്ങളുടെ വാർത്തകളെ തമ്മിൽ കൊടുത്ത് ഇനി കൈകൊണ്ട് ജേക്കബാകുന്ന ഞാൻ റെനിയെ ഇന്നു മുതൽ എന്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. ദൈവം നൽകുന്ന എല്ലാ പരിസ്ഥിതികളും സ്നേഹിച്ച് പോറ്റി പുലർത്തി ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് നിന്നോട് മാത്രം ചേർന്നു കൊള്ളാമെന്ന് സർവത്തെ കൃഷി ദൈവത്തെ പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശുക്രിസ്തുവിനെയും സാക്ഷിയാക്കി റെനിയോട് ദൈവത്തോട് നടുവിൽ ഉടമ്പടിയിൽ റെനിയായ ഞാൻ ജേക്കബ് താങ്കളെ എന്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ദൈവം നൽകുന്ന എല്ലാ പരിസ്ഥിതിയും സങ്കടമോ സന്തോഷമോ സമ്പത്തോ ദാരിദ്ര്യമോ രോഗമോ ആരോഗ്യമോ ഏത് പരിസ്ഥിതി വന്നാലും ആയുഷ്കാലം മുഴുവൻ അങ്ങ് അനുസരിച്ച് കീഴ്പ്പെട്ട് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് അങ്ങോട് മാത്രം ചേർന്നത് കൊള്ളാമെന്ന് സർവത്തെയും ദൈവത്തെയും പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശുക്രിസ്തുവിനെയും
സാക്ഷിയാക്കി ദൈവസഭയുടെ ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു. അബ്രഹാമിനോട് സാറേ, ഇസാക്കിനോട് ഒരുമിപ്പിച്ച യോജിപ്പിച്ചിരിക്കാൻ ഒന്നാക്കിയിരിക്കാൻ ഒരു വിശുദ്ധമായ കുടുംബജീവിതത്തിൽ അങ്ങയുടെ വരവ് താമസമുണ്ട്. ഭാവി തലമുറയ്ക്ക് അനുഗ്രഹമായിരിക്കാൻ ആത്മീയവും മാനസികവും ശാരീരികവുമായ നൽവരങ്ങൾ നൽകി ഈ ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. രണ്ടുപേരും ഇതിന്റെ വലിയ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് കാലം ഇതിന്റെ വലിയ കരങ്ങളിലേക്ക് അവരെ ഞങ്ങൾ പരമേൽപ്പിക്കുക. ആദാമിന്റെ കരങ്ങളിൽ ഔവായി അനുഗ്രഹിച്ച ദൈവം, അബ്രഹാമിനോട് സാറെ അനുഗ്രഹിച്ചവനായ ദൈവം, ബോസിനോട് രൂത്തിനെ അനുഗ്രഹിച്ചവനായ ദൈവം, അഖിലയുടെ ക്രിസ്തുവിനെ അനുഗ്രഹിച്ചവനായ ദൈവം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നീ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കരുണയുള്ള ദൈവമേ, കർത്താവേ, അവരുടെ ജീവിതത്തിൽ കാനാവിലെ കല്യാണത്തിന്റെ പോരായ്മ മാറ്റിയവനായ കർത്താവ് കടന്നു വന്ന് അവരുടെ ജീവിതത്തിൽ എല്ലാ പോരായ്മകളെയും മാറ്റി ഐശ്വര്യവും സമൃദ്ധമായ ജീവിതം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരുടെ ഇരുട്ടിൽ വെളിച്ചമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചൂടിൽ നീ തണലായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാരിദ്ര്യത്തിൽ നീ സമ്പത്തായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗത്തിൽ നീ വൈദ്യനായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ കർത്താവേ, നിന്റെ വരവിന് താമസമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടതായ കാലങ്ങളെയും അത് അനുഗ്രഹിക്കപ്പെട്ടതായ തലമുറകളെയും നീ അവർക്ക് നൽകി നീ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വരവിന് താമസമെങ്കിൽ അവർ ദൈവസഭയ്ക്ക് നിന്റെ രാജ്യത്തിനും പ്രത്യേക ഈ സ്റ്റേറ്റിനും അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഈ സഭയെ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. തിരുവനന്തപുരത്തുള്ളത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തിന് പ്രഖ്യാപനം ചെയ്യുന്നു. ദൈവം യോജിപ്പിച്ചത് ഒരു മനുഷ്യൻ വേർതിരിക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് മുതൽ ശ്രീ എന്റെ അസ്ഥിയും മാസമാകുന്നു. ദൈവത്തിന് സാക്ഷി. ഇന്ന് മുതൽ അങ്ങ് എന്റെ തിരുവനന്തപുരം എന്റെ യജമാനമാകുന്നു. ദൈവത്തിന് സാക്ഷി. നിങ്ങളുടെ ചുമതലയെ കുറിക്കുന്ന ചില വാക്യങ്ങളുടെ ശിശുഷന്മാര് വായിച്ചാണ്. എഫേസ്യലേഖനം 5:22 മുതലും കൊലോസ്യർ 3:18 മുതലും 1:7 ശുശ്രൂഷ അവസാനിച്ചില്ല. 2 വാക്കുകളും ശുശ്രൂഷന്മാരെ വായിക്കുകയും ഈ സഭയുടെ ശുശ്രൂഷകൻ അത് 128 സങ്കീർത്തനം വായിക്കുകയും ചെയ്യാം. ഭാര്യമാരെ കർത്താവിനെന്നപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്കെതിരെയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്കെതിരെയാകും. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാരുടെ സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അവനവരുടെ ബന്ധത്തോടും സ്നേഹത്താൽ വെളിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും കറാശുദ്ധം മുതലായൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി തനിക്ക് നേരെ സ്വന്തം നിർത്തേണ്ടതിനും തന്നെത്താനോട് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോൾ സ്നേഹിക്കേണ്ടതാകും. ഭാര്യയെ സ്നേഹിക്കും, തന്നെ താൻ സ്നേഹിക്കും. ആരും തന്നെ ഇടത്തെ നാളെ പകച്ചിട്ടില്ലല്ലോ.
ക്രിസ്തു സഭയെ ചെയ്യുന്ന പോലെ അതിനെ പോറ്റി പുറപ്പെടുകയത്രേ ചെയ്യുന്നത്. നാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് ബന്ധിച്ച് ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മതം വലിയത് ക്രിസ്തുവിനെയും സഭയും ഉപദേശത്തെ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. എങ്കിലും നടത്തുന്ന ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തരും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കും ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന് അവൾക്കല്ല ഭർത്താവിന് എത്ര അധികാരമുള്ളത്, അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന് അവൾക്കല്ല ഭാര്യയ്ക്ക് എത്ര അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കുന്നു. അവന്റെ വഴികൾ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവടി പോലെയും നിന്റെ മക്കൾ നിന്റെ വേശിക്കും ഒരു പോലെയും ഇരിക്കും. യഹോവാഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും യെരൂശലേമിൽ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ. ഈ സമയം ആശംസയായിട്ട് വാക്കുകളെ പാസ്റ്റർ കെ സി ചെറിയാൻ, പ്രൊഫസർ മാത്യു പി തോമസ്, റവറൻ ജോൺ തോമസ്, പാസ്റ്റർ കെ എം ജോസഫ്, ബ്രദർ പോൾസൺ ഇവരെ സംസാരിക്കും. അതിലുപരിയായി ഇതിനകത്ത് മിശ്രീകുടുംബം സംജാതമായിരിക്കുന്ന അവസരമാണ്. കർത്താവിന് വേണ്ടി അവരുടെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് ആത്മലോകത്ത് കഴിയുന്ന കർത്താവിന് വേണ്ടി അനുരാഗി നല്ല പേര് സമ്പാദിച്ച ശക്തന്മാരായ വിഷ്ണുന്മാരുടെ ഒരാളെ പോലെ ദൈവം പ്രിയ സഹോദരനെ ആഗ്രഹിച്ചത്. ദാവീദിന് ശക്തരായ വിശ്വന്മാരെ ദാനം ചെയ്ത വിശ്വന്മാരുടെ മാതാവിനെ പോലെ ദൈവം ഈ സഹോദരി ആക്കിക്കൊള്ളട്ടെ. ഇവരുടെ ഭാവിയെല്ലാം സർവശക്തനായ ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത് നിത്യതയിൽ അനേക കച്ചവടങ്ങളുമായി ദൈവത്തിന് വന്നു ചേരുവാൻ സർവശക്തൻ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിക്കുന്നവരെയും അദ്ദേഹത്തിന് ഞാൻ ആശംസകൾ നേരുന്നു. വിവാഹ ജീവിതം സന്തോഷത്തിൽ തുടങ്ങുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു അധ്യായം കുറയ്ക്കുകയാണ്. ഇത് അവസാനിക്കുന്നത് സങ്കടത്തിലായിരിക്കും. വിവാഹ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിൽ ആരംഭിച്ച് സങ്കടത്തിൽ അവസാനിക്കും. ഈ കാര്യങ്ങളിൽ അവർക്ക് പച്ചയായ പുത്രങ്ങളും സ്വസ്ഥതകളും ഒരു താഴ്വരയിലും കണ്ണൂരിൽ താഴ്വരയിലും കർത്താവിന്റെ വഴിയും പോയും അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവരുടെ കുടുംബജീവനം ധന്യമായി തീരുമാനിക്കും. യാഗം മനസ്സിന്റെ ആവശ്യമാണ്. ദൈവം മനുഷ്യരെ യോജിപ്പിക്കുമ്പോൾ അതിന് മുമ്പിൽ ഒരു യാഗം കഴിച്ചതിന് ശേഷമാണ് അവരെ യോജിപ്പിക്കുന്നത്. അതുപോലെ അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ ത്യാഗമനസ്ഥിതി അവർക്കുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശരിയായ ത്യാഗമനസ്ഥിതിക്ക് ആവശ്യമായ 3 കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കട്ടെ. 1, പരസ്പര ധാരണ, പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകട്ടെ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്, ഇത് 3 അവർക്കുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതയാത്രയിൽ ശോഭിതമായ നീതിയിലെത്തുവോളം സർവശക്തനായ ദൈവം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ അവരെ ക്രിസ്തയേശുവിൽ ആശീർവദിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ എനിക്ക് ഭാഗ്യം ലഭിച്ചതായി ഞാൻ ദൈവത്തെ ശ്രമിക്കുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ യഹോവയായ ദൈവത്തെ സാക്ഷ്യതത്തിലുണ്ട്. നിങ്ങൾ കുടുംബജീവിതം എത്തിപ്പെടുത്താൻ നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശകൾ ഉണ്ടാകുകയില്ല, ദുഃഖങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകാമെന്നാൽ അതിനേക്കാൾ വലിയൊരു ദൈവം നിങ്ങളുടെ കൂടെ പോയുള്ളതുകൊണ്ട് ഇതിനൊക്കെയും ചെറുതുകൊണ്ട് കഴിവോ നിങ്ങൾക്കുണ്ടായിരിക്കും. ദൈവത്തിന്റെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ വാഴുന്നതാണ് സർവ്വ നന്മകളും നിങ്ങളുടെ മേൽ വഹിക്കപ്പെടുമാറാകട്ടെ. തിരുവചനപ്രകാരമുള്ള എല്ലാ നന്മകളും നിങ്ങളുടെ മേൽ കൊടുക്കപ്പെടുമാറാകട്ടെ. ഇതിനെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ ആശംസിക്കാതിരിക്കുവാൻ കുറയാനുള്ള ഈശ്വരായ സ്തോത്രം. 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ മുഴുവൻ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിനാൽ ദൈവത്തിന്റെ സർവായുധത്തെ ധരിപ്പാനാണ് പറഞ്ഞിരിക്കുകയാണ്. 5 കൂട്ടരെ പൗലോസ് വിളിച്ചു പറഞ്ഞ ശേഷം ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, യജമാനന്മാരെ, ദാസന്മാരെ, മക്കളെ എന്നിവ ആ ഫാമിലിയോടുള്ള ബന്ധത്തിൽ 5 കാര്യം പറഞ്ഞിട്ടാണ് ഒടുവിൽ
എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിലോ അതിന്റെ തരത്തിൽ ശക്തിപ്പെടണം. കാരണം ആദ്യത്തെ കുടുംബത്തെ പിശാചി തകർത്തുക. ആദാമിനെ ഹവ്വായെ ഒന്നാമത്തെ കുടുംബജീവിതത്തിൽ തോട്ടത്തിൽ വെച്ച് അവരെ തകർത്തു. അവർ ചില റിസൾട്ട്സ് ഉണ്ടായിരുന്നവിടെ, ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമങ്ങൾ അവർ ലംഘിച്ചു. ആദ്യ കുടുംബം തകർന്നുപോയി. അതുകൊണ്ട് പുതിയ നിയമ കുടുംബത്തോടെ പൗലോസ് പറയുകയാണ്, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, സഹോദരന്മാരെ, യജമാനന്മാരെ, ദാസന്മാരെ, മക്കളെ എന്ന് വിളിച്ചിട്ട് കുടുംബജീവിതം ധൈര്യമാക്കണമെങ്കിൽ my brother, be strong in the Lord. കർത്താവിൽ അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുത്തണം. പിശാചിന്റെ തന്ത്രങ്ങൾ വളരെയാണ്. കുടുംബജീവിതത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം. അതിൽ നിന്ന് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് കർത്താവ് നിങ്ങൾക്ക് ധൈര്യവും ബലവും തരട്ടെ, അനുഗ്രഹിക്കുന്ന കലമകളെ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ അത് സകല ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സഹോദരനും സഹോദരനുമായ ദേവിക്കും അതേപോലെ ജീവിതത്തിൽ പങ്കാളിയായിട്ടുള്ള അറിയിക്കുന്ന ആശംസകൾ അർപ്പിക്കുന്നു. ഈ ഒരു വ്യക്തിപരമായ ജീവിതം വളരെ മഹനീയവും ശ്രേഷ്ഠമായതുമാണ് എന്റെ അനുഭവത്തിൽ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹനീയവും ശ്രേഷ്ഠമായ വ്യക്തി ജീവിതങ്ങൾ ഒത്തുചേർന്നാൽ ഒരുമിച്ചുള്ള ജീവിതം വളരെ ശ്രേഷ്ഠമായിരിക്കട്ടെ, ശുശ്രൂഷ വളരെ മാന്യമായിരിക്കട്ടെ എന്ന ആശംസകളുടെ എന്റെ വാക്കുകൾ. ഈ സമയം മണവാട്ടിയുടെ പ്രധാന വഹിക്കേണ്ടതുണ്ട്. മണവാട്ടിന്റെ യുവമിഥുനങ്ങളെ അഭിനന്ദനത്തിന്റെ ഫലമഞ്ജരി നിങ്ങൾ മനമോദനത്തിന്റെ അനുപൈരവി കരിമണ്ഡപത്തിന്റെ കമനീയവേ പദമൂന്നിടും യുവമിഥുനങ്ങളെ അഭിനന്ദനത്തിന്റെ ഫലമഞ്ജരി നിങ്ങൾ മനമോദനത്തിന്റെ അനുപൈരവി
അതുപോലെ ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരും മണവാളനായ കർത്താവിന് വേണ്ടി ഒരുങ്ങേണ്ടതിന് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകളിൽ കൂടെ ഇരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുവിശിഹായ കൃപയും ദൈവത്തിന്റെ സ്നേഹവും സിദ്ധാന്താവിന്റെ കൂട്ടായ്മയും ഇന്ന് വിവാഹിതായ കുഞ്ഞുങ്ങളോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Thank you.
വേദനകേമിൽ ഉത്തരവുമായിരിക്കുക. ദൈവമായ സ്തുതി നല്ല പിതാവ്, ഞങ്ങളുടെ ദൈവമാകിയാൽ ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നത് സഹായം ഉണ്ടായതിനായി സ്തോത്രം. വലിയ കരുണ കാണിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളോട് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്ത തലമുറയെത്തോട് ഞാൻ അനുഗ്രഹിച്ചതിനായി അവരുടെ ജനനം മുതൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളിലെയും സ്തോത്രം. വിവാഹം കഴിഞ്ഞ നാൾ നടന്നു. ഇളയ മകന്റെ വിവാഹം മംഗളമായി നടക്കുവാൻ പിതാവിന്റെ അനുഗ്രഹങ്ങളും നന്മയുണ്ടായിരുന്നുള്ളൂ. സ്തോത്രം അനുകൂലമാക്കിയതിനായി സ്തോത്രം. യാത്രകളിലെല്ലാം വളരെ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തപ്പോൾ യാതൊരു അനർത്ഥവും സംഭവിക്കാതെ സൂക്ഷിച്ചതിനായി സ്തോത്രം. ഭവനത്തിലേക്ക് വന്നിരിക്കുന്ന പ്രിയമകൾ ഈ ഭവനത്തിനൊരു പ്രകാശമായിരിക്കുവാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി ഞങ്ങളുടെ പൂർവ്വ മാതാക്കളെ പോലും കർത്താവേ വളരെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഭവനത്തിനും ദേശത്തിനും ഒരു അനുഗ്രഹമായി തരുവാൻ സഹായിക്കണമേ. ഇവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആവശ്യമായ നൽകി അനുഗ്രഹിക്കണമേ.
കൂടെ നിങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം, നിങ്ങളെ മുൻകണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യോമന പുത്രനെ ഞങ്ങൾക്ക് തന്ന പിതാവേ, അതുപോലെ സകലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനം ഏറിയ വർഷങ്ങളായി ഇങ്ങനെ സേവിച്ചു മാനിച്ചു സിയോൻ യാത്രയിലായിരിക്കാൻ വലിയ ഭാഗ്യം കൊടുത്തു. ഭക്തിയോടെ ജീവിപ്പാനും കർത്താവേ ഇതിനെ പിൻപറ്റുവാൻ ഇടയായി നിങ്ങൾക്ക് മക്കളെ ദാനമായി കൊടുത്തു. അവരുടെ ജീവിതയാത്രത്തോടും നിങ്ങൾക്ക് തുണയായിരുന്നു. കർത്താവെ കൊണ്ടുവന്നില്ല അനുഭവങ്ങൾക്കായി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശേഷാൽ മംഗളമായി നടക്കുവാൻ വേണം പ്രകൃതിയും കൃപ ചെയ്തതിനായി നിന്റെ വാഴ്ത്തുന്ന കർത്താവേ, പ്രകൃതിയെ ഞങ്ങൾക്ക് ദൃഢോടും അനുകൂലമാക്കി തന്നതിനാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതിനായ കർത്താവിന്റെ സഹായം എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിനുശേഷം കർത്താവേ ഭവനത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഭവനത്തിൽ നിന്റെ മകൾ ഒരു അനുഗ്രഹമായി തീരുവാൻ കൊണ്ട് വേണ്ടിയാക്കണമേ. കാവേരി വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ പോകാനാകിലിനെ പോലെ പോലെ ആക്കുന്നു. അഭാവത്ത് കാവേരി പ്രസിദ്ധനായി തീർക്കുന്നതിനും പോലെ കാവേരി വരും കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട് കുടുംബാജീവൻ നയിച്ച് ആ സിയോലെത്തുന്നവരെ വരം കൈ പിടിക്കണമേ പ്രാർത്ഥിക്കുന്നു. കാവ്യരത്നാവർക്ക് നമുക്കായി സ്തോത്രം. കാവ്യനായുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്ത വൈദ്യനെ കർത്താവുടെ വിദ്യാഭ്യാസത്തിൽ കർത്താവോട് സഹായിച്ചു അനുഗ്രഹിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, തിരുഭവനത്തിലെ സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കായി വാഴ്ത്തുന്നു. അവിടെ നിന്ന് കടന്നു നമുക്കായി സ്തോത്രം ശേഷിച്ചിട്ടായിരുന്ന വ്യാസവും കുടുംബത്തിൽ കടന്നു വരുവാൻ സഹായിച്ചല്ലോ. പാലായിരുന്നു നമുക്കായി സ്തോത്രം ചെയ്തു. വിദേശരാജ്യത്തായിരുന്ന ഈ ഭവനത്തിൽ ഓരോ ബന്ധത്തിലും കടന്നു നമുക്കായി സ്തോത്രം സ്തോത്രം അനുഗ്രഹിക്കണമേ. ദാസിനും കടന്നു വരുവാൻ സഹായിച്ചല്ലോ. പത്തനാവൃത്തിക്ക് അവരെ കടന്നു പോകുന്നല്ലോ. തിരുവേദിയുടെ യാത്രയിൽ കൂടെ സഹായിക്കണം. പുരാതനമായ പ്രാർത്ഥിക്കുന്നു. ഗംഗത്തെ ആകുന്നത് തീരുമാനിക്കുകയും ചെയ്യുന്നു. വിശുദ്ധാവിന്റെ നാമത്തിൽ വിശുദ്ധമായി പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശിസും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയോടും ശശാലിലേക്ക് പ്രവേശിച്ച നമ്പറുകളോടും രത്നാകരത്തിൽ കടന്നു കാണോ ഇടയ്ക്ക് കാണാം പറഞ്ഞാൽ മതി. എന്റെ പറഞ്ഞാൽ അറിയാം. ഡോക്ടർ മുരളി സാർ വരണം അറിയാം. ഒക്ലാമ വന്നപ്പോൾ നമുക്ക് അറിയാം. ജോഷി സാർ വന്ന പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ ഓഹോ അല്ലേ വന്നില്ലേ അല്ലേ? ജോഷി സാർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ അറിയാം. എന്റെ പറഞ്ഞാൽ അറിയാം. എടുക്കാവുള്ളൂ. ആ